ആസിഡ് അറ്റാക്ക് സർവൈവർ ആണ്. ഇത്ര ഹാപ്പി ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അവനെ അണലി അടിച്ചു. മരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആൾക്കാർ ഇവനെ റോട്ടിലേക്ക് വിട്ടതാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ലവ് ആയ ആളാണ്. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് വരെ ഒരു കടിയോ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ദിസ് ഗൈ ചേഞ്ച്ഡ് മൈ ലൈഫ്. ചാനൽ. ഞാൻ ആക്ച്വലി ഈ റിക്കിനെ മുകളിലേക്ക് കയറ്റാനുള്ള ഒരു പ്രയത്നത്തിലായിരുന്നു. ബിക്കോസ് ഐ വോണ്ട് ടു ഷെയർ സംതിങ് വിത്ത് യു ഗൈസ്. പക്ഷേ എൻ്റെ റിക്കി ഭയങ്കര വയസ്സായതുകൊണ്ട് അവന് നടക്കാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരെ ഞാൻ പൊക്കി കൊണ്ടുവന്നു. ഇനി മുകളിലേക്ക് കയറ്റാനുള്ള പ്രയത്നം നിങ്ങൾ കണ്ടു. സോ അവനിപ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ബാക്ക് ലെഗ്സ് കുറച്ച് പ്രോബ്ലം ഉണ്ട് ഞങ്ങൾക്ക് അല്ലേ. ഹൈൻഡ് ലെഗ്സ് ചേട്ടൻ്റെ കുറച്ച് അതൊക്കെ. ഓ മൈ ഗോഡ്, കം ഗുഡ് ബോയ്, കം കർ. ഓക്കെ, ഇത് അവനെ കുറിച്ചാണ് ഈ വ്ളോഗ്. ഓക്കെ, സോ ഇന്ന് കുറേ വർഷം മുമ്പ് ഞാൻ റിക്കിയുടെ കഥ പറഞ്ഞിരുന്നു. ബട്ട് ഐ ഫീൽ ലൈക്ക് ഐ നീഡ് ടു ഒരിക്കൽ കൂടെ നമുക്ക് ആ കഥ ഒന്ന് റീവിസിറ്റ് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ എൻ്റെ റിക്കി ഭയങ്കര വയസ്സായി. റിക്കിക്ക് 16 വയസ്സായെന്ന് തോന്നുന്നു. ബട്ട് let me tell you the story. So റിക്കി 2012 ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത ഒരു പട്ടിക്കുട്ടിയാണ്. ഇവൻ ബേസിക്കലി ആസിഡ് അറ്റാക്ക് സർവൈവർ ആണ്. ഓക്കെ, അതിൻ്റെ കഴുത്തിലെ മാർക്സ് ഒക്കെ യു കെൻ സീ ഇറ്റ്. ആസിഡ് അറ്റാക്ക് സർവൈവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ന്യൂസ് പേപ്പറിൽ ഞാനൊരു ആർട്ടിക്കിൾ കണ്ടു. ആ ആർട്ടിക്കിളിൽ എഴുതിയിരുന്നു ഒരു യങ് ഡോഗ് അതിന് മേത്ത് ആരോ ആസിഡ് എറിഞ്ഞ് 60% 60% ബേൺ ആയിട്ട് ആ ഡോഗിനെ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ ആരോ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അപ്പം അവിടെ ബില്ലിന് പേ ചെയ്യാൻ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് ആയിരുന്നു. പ്രദീപ് എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇത് റെസ്ക്യൂ ചെയ്തത്. ആൻഡ് ദെയർസ് എ ഫോട്ടോ. എനിക്ക് ഈ ഫോട്ടോ ഈ റിക്കിനെ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച ഒരു ഫോട്ടോ ആണ് ഇങ്ങനെ നടക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ക്യൂരിയസ് ആയിട്ട് ഞാൻ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചു. ബിക്കോസ് കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റൽ എൻ്റെ പാച്ചിയുടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പം അങ്ങനെ വിളിച്ചപ്പം ഞങ്ങളടുത്ത് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ റിക്കിനെ കാണാൻ പോയി. റിക്കിനെ കാണാൻ പോയപ്പം പുറകിൽ അവനിങ്ങനെ കെട്ടിയിട്ടേക്കുക കേട്ടോ, ബാക്കിൽ കുറച്ച് ഹൈ ആയിട്ട് കെട്ടിയിട്ടുള്ള. ഐ വാസ് ലിറ്റിൽ പിസ്ഡ് ഓഫ്. ബട്ട് ആസിഡ് അറ്റാക്ക് സർവൈവർ ആണെന്നൊന്നും നമ്മൾ പറയില്ല കേട്ടോ. 5 മാസം കഴിഞ്ഞിട്ടാണ്. ഇത്ര ഹാപ്പി ആയിട്ടുള്ള ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആ സമയത്ത് ഇവന് ചിലപ്പം ഒരു 2 വയസ്സ് പ്രായം, മേ ബി 1 year, between 1 and 2 years ആണ്. വി ആർ നോട്ട് ഷുവർ അറ്റ് ഓൾ. ഓക്കെ, നൗ സോറി ബാബ, സോ സോറി. അപ്പം ഞാൻ താഴേക്ക് ഇരിക്കാം. സോ അപ്പോൾ ഇവനെ കണ്ടപ്പോൾ എനിക്ക് എന്തോ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ പറ്റി. ആൻഡ് ഐ ഡിസൈഡഡ് അഡോപ്റ്റ് ചെയ്യാം. അങ്ങനെ 2012 എൻ്റെ അടുത്ത് വന്ന, ഞാൻ മീറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നോട്ടി ആയിട്ടുള്ള, ഏറ്റവും പേഴ്സണാലിറ്റി ഉള്ള, എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ലവ് ആയ ആളാണ് ഇവൻ. ഓക്കെ, റിക്കി എന്നത് റിക്കവറിയുടെ ഷോർട്ട് ഫോം ആണ്. അത് കറക്റ്റായിട്ട് ഡോക്ടർ സൂരജ് പേരിട്ടത്, ഡോക്ടറാണ് പേരിട്ടത്. റിക്കവറി എന്ന് വിളിച്ച് 5 മാസത്തിൽ അവൻ റിക്കവറായി. അവൻ 75,000 രൂപ ബില്ല ഞാൻ കൊടുത്തേട്ടോ, മറക്കില്ല ഞാൻ ഒരിക്കലും. 75,000 rupees ആണ് ഈ ഇവൻ്റെ ആസിഡ് അറ്റാക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഞാൻ കൊടുത്തത്. പക്ഷേ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം he just became the bestest doggy ever. He's such a good boy. Okay, such a good boy എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും നമ്മുടെ ഫ്രണ്ടിൽ സുസു അടിക്കില്ല, കക്ക ഇടില്ല, നത്തിങ്. അവൻ പുറത്ത് പോയിട്ടേ ചെയ്യൂ. കെട്ടിയിട്ടാലും അവൻ ലൈക്ക് പിടിച്ചു നിൽക്കും, നമ്മുടെ ഫ്രണ്ടിലേ ചെയ്യില്ല. ലൈക്ക് the best is the most cleanest, most nicest. ഒരിക്കലും he doesn't smell bad. He's always well groomed. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, റോട്ടിൽ കുറച്ച് നാൾ ജീവിച്ചത് കൊണ്ട് അവന് റോട്ടിൽ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഗേറ്റിംഗ് ആണ് തുറന്നിട്ടുണ്ടെങ്കിൽ ചേട്ടനകത്തിരിക്കത്തില്ല. He has to go out all the time. So we realized it eventually that is his personality. So അവനെ ന്യൂട്രൊക്കെ ചെയ്തിട്ട് we let him go. Okay, പിന്നെ ഞങ്ങൾ ഇവൻ്റെ ഹിസ്റ്ററി തപ്പിയിട്ടാണ് പ്രദീപിൻ്റെ അടുത്ത് പോയത്. അപ്പോൾ പ്രദീപ് വീട്ടിൽ വന്നിട്ട് പ്രദീപ് എൻ്റെ കഥ പറഞ്ഞു. ഇവൻ ആരുടെയോ വീട്ടിലുണ്ടായിരുന്ന ഒരു ഡോഗായിരുന്നു. ആ വീടിൻ്റെ ഉടമ മരിക്കുന്ന സമയത്ത് ആ വീട്ടിലെ ആൾക്കാർ ഇവനെ റോട്ടിലേക്ക് വിട്ടതാണ്. എന്നിട്ട് അവൻ ആ ഏരിയയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ ആൾക്കാർ ഭക്ഷണമൊക്കെ കൊടുത്ത് നടന്നൊരു ഡോഗാണ്. ഏതോ ഒരു വന്ന അവൻ്റെ മേത്ത് ആസിഡ് ഒഴിച്ചു. ബൈക്കിലുള്ള ആരോ ആണ്. ഇവന് ബൈക്സ് കണ്ട ആ സമയത്ത് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിവേ, ലോങ് സ്റ്റോറി ഷോർട്ട്, എൻ്റെ അടുത്ത് എത്തി. 2012 we had the bestest many years. And then one day അവനെ അണലി അടിച്ചു. വൈപ്പർ.
അത് ഞങ്ങൾ നോട്ടീസ് ചെയ്യാൻ 2 ദിവസം എടുത്തു. ബട്ട് റിക്കവറി എന്നാണല്ലോ പേര്. സോ ഗസ് വാട്ട് ഹി ഡിഡ്, ഹി റിക്കവേർഡ്. ഒരു 12 ദിവസം ഇവിടെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ 12 ദിവസം നമ്മളിവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ഇതൊക്കെ ചെയ്തു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഫൈനലി മറ്റേ ക്രിയേറ്റീൻ കുറച്ചൊന്ന് കുറഞ്ഞപ്പം നമ്മൾ ഇവനെയും പൊക്കിക്കൊണ്ട് ചെന്നൈ വേപ്പേരി പോയി അവിടെ ഡയാലിസിസ് ചെയ്ത ഡോഗാണ് എൻ്റെ കൊച്ചു വാവ. അവിടെ ഹി കെയിം ബാക്ക് അലൈവ് അഗൈൻ. 21 ഉണ്ടായിരുന്ന ക്രിയാറ്റിൻ ഫെൽ ഡൗൺ ടു 5 in 1 day. സോ ബിസ് മിറാക്യുലസ്. എൻ്റെ ലൈഫ് ഏറ്റവും കൂടുതൽ മിറക്കിൾസ് ഞാൻ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഈ റിക്കി. ഹീസ് ജസ്റ്റ് ദ ബെസ്റ്റ്. ഐ മീൻ കുറേ കഥകളുണ്ട്. അവൻ്റെ കൂടെ ഞാനും അമ്മയും യുനോ ആ സമയത്ത് വേപ്പേരി കൊണ്ടുപോകുമ്പം റൂംസ് ഒന്നുമില്ല വേപ്പേരിയിൽ. ഗവൺമെൻറ് വെറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഓവർനൈറ്റ് ഇല്ല. അപ്പോൾ ഇവനെ രാത്രി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോകണം. ചിത്രശേഷിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ രാത്രി അവൻ്റെ ബ്ലീഡ് ചെയ്ത സമയത്ത് ഇവനെ കൊണ്ട് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നു. രാത്രി 1 മണി 2 മണി. അവിടെയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെയും അവിടെ നിൽക്കാൻ പറ്റില്ല. എന്തോ ഭാഗ്യത്തിന് തൊട്ട് ഓപ്പോസിറ്റ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടൽ പൂട്ടി. എന്നിട്ട് റെനോവേഷൻ ആയിരുന്നു. ഞാൻ വെറുതെ പൂട്ടിയ ഹോട്ടലിൽ പോയി ചോദിച്ചു ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു റൂം തരുമോ. അങ്ങനെ പൂട്ടിയ ഹോട്ടൽ റെനോവേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു റൂം എനിക്കും റിക്കിക്കും അമ്മയ്ക്കും അവർ തന്നു. ഞങ്ങൾ 3 പേരും മനുഷ്യർ താമസിക്കുന്ന ആ ഹോട്ടലിൽ പ്ലാസ്റ്റിക് ഒക്കെ വിരിച്ച് ഇവനെ കിടത്തി. എന്നിട്ട് ഇവൻ ഈ ബെഡിൽ കിടന്നത് ശീലമുണ്ട് ഞങ്ങളുടെ കൂടെ കിടന്നാൽ. ഇവൻ ഫുൾ കെട്ടി വെച്ചേക്കാണേ. അപ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു പാവം. അപ്പം അവന് ബാത്റൂമിൽ പോകാൻ അവന് പറയാൻ അറിയില്ലല്ലോ, ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൻ കുറേ ഇങ്ങനെ കിടന്നു. പിന്നെ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്, ഇത്രയും വർഷത്തിൽ ഫസ്റ്റ് ടൈം ഹി ഹാഡ് ടു പീ ഇൻ ഫ്രണ്ട് ഓഫ് അസ് ഓൺ ദ പ്ലാസ്റ്റിക് ഷീറ്റ്. ആൻഡ് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ആ സമയത്ത് വി ഫെൽറ്റ് ലൈക്ക് വി വർ ടേക്കിംഗ് കെയർ ഓഫ് സംബഡി ഹു നീഡഡ് ഹെൽപ്പ്. സംസാരിക്കാൻ പറ്റില്ലല്ലോ. സോ എനിവേ ഞങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ പറയാം. റിക്കി ഈസ് very very old now. He is I think 16 years. 2012 എൻ്റെ ഒപ്പം വന്നപ്പോൾ 1-2 years ആണെങ്കിൽ ഇപ്പോൾ 2026 ആയി. അപ്പോൾ 14 years ഞങ്ങളുടെ കൂടെ തന്നെ ആളുണ്ട്. ഇതുപോലെ തന്നെ വയസ്സായ ആളായിരുന്നു പീക്കു 2 വർഷം മുമ്പ് പോയി. പീക്കുവിനെക്കാട്ടും കുറച്ച് പ്രായം ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ അവൻ്റെ ലൈഫിൽ 16 years is very very old for a dog. So now റിക്കിക്ക് കുറച്ച് കാണാൻ വയ്യ, റിക്കിക്ക് അധികം കേൾക്കാൻ വയ്യ, റിക്കിയുടെ കാലധികം വർക്ക് ചെയ്യുന്നില്ല. റിക്കി കുറച്ച് ഡിമെൻഷ്യ പോലെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. നമ്മളെ റെക്കഗ്നൈസ് ചെയ്യണ്ടോന്ന് എനിക്കറിയത്തില്ല, പറയുന്ന കേൾക്കത്തില്ല. പക്ഷേ സ്നേഹം കൊടുത്താൽ ഇല്ല. ബട്ട് കുറച്ച് തടിയൊക്കെ കുറഞ്ഞു. ഐ ടെൽ യു സംതിങ്, നമ്മൾ ഈ ഹ്യൂമൻസ് വയസ്സാവില്ലേ, ഹ്യൂമൻസ് ഫുൾ വയസ്സാവില്ലേ, ഫുൾ ലൈഫ് ജീവിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് ജീവിച്ച് വയസ്സ് ചെയ്ത് പതുക്കെ അവർ ബേബീസിനെ പോലെയായി ഓരോ ഓർഗണും ഷട്ട് ഡൗൺ ആയി വരുന്ന ഒരു അവസ്ഥയിലെ. ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ടു ഹിം. സോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇപ്പം അവൻ തന്നെ ഭക്ഷണം കഴിക്കത്തില്ല. എൻ്റെ അമ്മ ഹാൻഡ് ഫീഡ് ചെയ്താൽ മാത്രമേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ ഹിം ടു ഈറ്റ്, യു നോ. സോ നൗ ദാറ്റ് ഈസ് ദി അവസ്ഥ. ആൻഡ് ഐ ജസ്റ്റ് തോട്ട് ഐ ഷുഡ് റിയലി റീടോക്ക് അബൌട്ട് ഹിസ് ലൈഫ് ബിക്കോസ് യു നോ എൻ്റെ ലൈഫിൽ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻസ് ഇതൊക്കെയാണ്. ഞാൻ ആനിമൽ വെൽഫെയറിൽ വരാൻ കാരണം ഇവനാണ്. സോ ഞാൻ ഏതെങ്കിലും ആനിമൽസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഹിം. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഹീസ് ചേഞ്ച്ഡ് മൈ ലൈഫ്, യു നോ, ലൈക്ക് so much, so much. And yeah, I'm hoping that we have a few more years. So that's the prayer. But one thing I have to tell you, my God, ഇപ്പോഴും ഈ സൂപ്പർ ഹെൽത്തി എന്ന് പറഞ്ഞാൽ അവൻ്റെതായ കാര്യങ്ങൾ ഇറങ്ങിയിട്ട് ഉടനെ അവൻ പുറത്തു പോകും, വിളിച്ചാൽ തിരിച്ചു വരില്ല. അവൻ്റെ സെറ്റപ്പിലുള്ള സീനാണ്. ലൈക്ക് ഇറ്റ്സ് there, he's still there, but you know he's old. Anyway, I just think that sometimes എത്ര പേർക്ക് ആ ഫീലിംഗ് അറിയുന്നറിയില്ല. If you are close to pets, then some of you might understand it, some of you might not. But this guy changed my life. And now it's hard. പക്ഷേ ഐ തിങ്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മളുടെ കൂടെയുള്ള ആരാണെങ്കിലും, പെറ്റ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും മനുഷ്യനാണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇഫ് യു ക്യാൻ സെലിബ്രേറ്റ് ദാറ്റ് ലൈഫ്, ദർ ഇസ് നത്തിങ് ലൈക്ക് ഇറ്റ്. ആൻഡ് ഐ ഹോപ്പ് ഐ ക്യാൻ. പക്ഷെ ആള് ചില്ലാണ്, അവനൊരു കോപ്പ് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. ഇറ്റ്സ് ടു ഫണ്ണി. I'm like, I should not get emotional. I don't think I get emotional about many things. ഞാൻ കുറച്ച് ടഫായിട്ടുള്ള ആളാണെന്നാണ് ഞാൻ എന്നോട് തന്നെ പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ I'm useless. Like, useless. അല്ലേ? I know he's not even like, അവന് പകുതി കേൾക്കുന്നില്ലല്ലോ. അല്ലേ? അല്ലേ? Anyway, we'll see what happens. He's like, shut up. He's like, what's wrong with you, girl?
വെൻ ഐ റിയലി സ്ട്രഗിൾഡ്. പീക്കു പോയപ്പം ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് ഹാർഡ്. ലൈക്ക് ഞാൻ അങ്ങനെ മനുഷ്യരോട് അങ്ങനെ ഇമോഷണലി ബോണ്ട് ചെയ്യാത്തോള. ആ ബോണ്ടിങ് ഒക്കെ ഞാൻ കൊണ്ടു കൊടുത്തേക്കുന്നത് ഇങ്ങോട്ടാ. സോ ഐ ഗെറ്റ് എ ലിറ്റിൽ ഹേർട്ട്. അല്ലേ? Anyway, yeah, I just want you guys to pray so he's okay for many years. Okay? Like up, share and ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. Just pray for his life. Okay? Oh, look who's here. Rio. Hi, everyone. ഞാനോ ബഡി എത്തി. അമ്മ ഉണ്ടല്ലോ. അമ്മയുണ്ട്, അതുകൊണ്ടാണ് ഇവരെത്തിയത്. അമ്മ ബാ. ഞാൻ ആക്ച്വലി റിക്കിയുടെ കഥയൊക്കെ പറഞ്ഞ് ഞാൻ കരഞ്ഞു. എനിക്കറിയില്ല. അല്ല, I was just talking about Ricky being old. റിക്കിയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ടഫാണ്. അല്ല, അങ്ങനെയൊന്നുമല്ല. ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. പ്രായാധിക്യം ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. എന്ത് ചെയ്യാനാ? അതിനും നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അവന് ചെയ്യാവുന്ന ചെയ്ത് കൊടുക്കുക. അവൻ ഇനിയും നിൽക്കുന്ന എൻ്റെ ഒരു എന്നെ വന്ന 2-3 വർഷം ഇനിയും പോവും. ഇനിയും പോവും. ഇപ്പോഴും ഹെൽത്താണ്. പക്ഷെ ഇത്തിരി ഇതായിപ്പോയി തലക്ക്. അല്ല, അവന്റെ ഓർമ്മയൊക്കെ ഉണ്ട്. എന്റെ അടുത്ത് വന്ന് ഇന്നലെ ഇവിടെ എന്താണ്ട് മുകളിൽ ഇത് പൊട്ടിയപ്പോ വേഗം അതിന്റെ അടുത്ത് അതൊക്കെ ചെയ്യുന്നുണ്ട്. ബാത്റൂമിനകത്ത് കയറി ഒളിച്ചിരിക്കും. അതൊക്കെ ചെയ്യും. ഭയങ്കര പേടിയാണ്. പക്ഷെ അതൊക്കെ ചെയ്യണ്ട്. പക്ഷെ കുഴപ്പമില്ല. നോർമൽ ഇപ്പൊ ഒക്കെ പോവാണെങ്കിൽ ഇങ്ങനെ അങ്ങ് പൊക്കോളും. പക്ഷെ എനിക്കൊരു എന്റെ മനസ്സ് പറയണത് പെട്ടെന്ന് പോവാണ്. അതങ്ങനെയാണ്. അത് എപ്പോഴാ പോണേന്ന് എനിക്ക് നമ്മൾ ഒരിക്കലും ഒരാൾ വയസ്സാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമല്ലോ മെന്റലി. ഇപ്പം എന്റെ അപ്പൂപ്പൻ ഭയങ്കര കുറച്ച് അസുഖം ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ ഒരു 94 years ആണ് പോയത്. ബട്ട് നമ്മൾ എത്ര പ്രിപ്പയർ ചെയ്താലും ഇറ്റ്സ് എ ബിറ്റ് ഹാർഡ്. ലൈക്ക് രക്ഷയില്ല, പിടിച്ചിരുത്താൻ പറ്റില്ലല്ലോ. എന്തായാലും പോട്ടെ. അങ്ങനെ ആയി. ഇപ്പൊ വയസ്സായി. ഇത്രയും നാളും നോക്കി നല്ലവണ്ണം നോക്കി. അവനും നമ്മളെ നല്ലവണ്ണം നോക്കി. ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് വരെ ഒരു കടിയോ എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. തൊട്ടിട്ട് പോലുമില്ല. ഇതുങ്ങളെ തങ്ങല്ലേ അതേ ഇരിക്കണം. അവർക്ക് ഇഷ്ടമല്ലാതെ എന്തെങ്കിലും ചെയ്താ ഒന്നും ചെയ്യില്ല. റെക്കി ഭയങ്കര ഒന്നും ചെയ്യില്ല. അവൻ അവന്റേതായ ലോകത്തെപ്പോഴും പക്ഷെ ഞങ്ങൾക്ക് ലൂണിനെ വീട്ടിലുള്ളത് കൊണ്ട് അവനും ആക്സെപ്റ്റ് ചെയ്തു. എല്ലാരും ഈ 4 പേരും ഇപ്പോഴും മറ്റുള്ള പൂച്ചയെ കയറ്റത്തില്ല. ഇപ്പൊ ഞാൻ പുറത്ത് എത്ര എണ്ണത്തിന് ആഹാരം കൊടുക്കണ്ട, അതുങ്ങളെ ഒന്നും ഓടിച്ചിടും. Oh my god. Anyway, that is the story of Ricky, and I'm doing this video because I want എല്ലാരും to pray and make it longer story. നല്ല രീതിയിൽ ഒന്നും അസുഖമൊന്നും വരാതെ അങ്ങ് പോവുക. മരുന്നൊന്നും അധികം കഴിക്കാതെ. അല്ല, നീ എപ്പോഴും പറയുന്നുണ്ട്. കേട്ട് ശീലായി. കിടന്നു കഴിഞ്ഞാൽ നീ നോക്കൂല. അമ്മയുടെ ഹെൽത്ത് നടക്കാനും അതൊക്കെ ദാറ്റ് ഇസ് യുവർ പ്രോബ്ലം. ഈ തടിയും വെച്ച് കിടക്കും, 100% കിടക്കും. നീ ഭയങ്കര കുതുകല്ലേ. അപ്പൊ അതെന്തായാലും ദാറ്റ് ഇസ് ഞാൻ നോക്കൂല. അതൊക്കെ യുവർ റെസ്പോൺസിബിലിറ്റി. ഞാൻ ഇപ്പോഴേ പറഞ്ഞു കിടന്നു കഴിഞ്ഞാലും ഞാൻ നോക്കൂല. എന്റെ അമ്മ റിക്കിനെ നോക്കണ ഞാൻ നോക്കൂല. ഐ കാൻഡ് ഡു ദാറ്റ്. പാവം, ഷീ ലുക്സ് ആഫ്റ്റർ ഹിം സോ മച്ച്. അവരെ ഞാൻ നോക്കണോണ്ട് ആരെങ്കിലും ഉണ്ടോ എന്നെ നോക്കാൻ? എന്റെ വിശ്വാസം. കുഴപ്പമില്ല, ഒരു പ്രശ്നമേ ഇല്ല. നല്ല കൊച്ച അല്ലേ? ഗുഡ് ബോയ്. ഇത് കണ്ട് 3 പേരും അല്ലെങ്കിൽ കിടക്കില്ല. അല്ല, ഒരു കാര്യം കൂടി പറയണം. ഇവനെ കൊണ്ടുവരുന്നതിന് മുമ്പ് വരെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഡോഗ്സിനോട്. കുഴപ്പമില്ല, ഞാൻ ഒരെണ്ണത്തിന് നോക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അല്ല, അതിനു മുമ്പ് ഡോഗ് ഇല്ല. ഇവനെ കൊണ്ടുവന്നപ്പോ പുറത്തുനിന്നൊരു ഡോഗിനെ അഡോപ്ഷന്റെ അമ്മയ്ക്ക് അയ്യോ അമ്മ ഭയങ്കര മറ്റേ എന്റെ അമ്മ റേസിസ്റ്റ് ആണ്. ഇപ്പൊ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഇവരൊന്നും ഉണ്ടാവില്ല. എന്റെ വീട്ടിലെ ഫുൾ നാടൻ പട്ടി. പക്ഷെ എന്റെ അമ്മ റേസിസ്റ്റ് ആയതുകൊണ്ട് അമ്മ ലൈക്ക് നാടൻ പട്ടി സീൻസ് അങ്ങനെ ആദ്യം വരുന്ന ക്രോസ് ആണ് റിക്കി. ഇതിന്റെ കൂടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, ബ്ലാക്കി ഉണ്ടായിരുന്നു. ഇവനെ അഡോപ്റ്റ് ചെയ്തപ്പോ ബ്ലാക്കിനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരുന്നു. അവന് ഒരു ഗ്രേറ്റ് ഡെയിൻ ക്രോസ് ആയിരുന്നു. അവന്
പിന്നെ ഒരു എന്താ പറയാ ഈ യൂറിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. അവൻ പി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവനെ ബീച്ചിലുള്ള ഒരാൾക്ക് കൊടുത്തു. അപ്പൊ ഹി വാസ് വെരി ഹാപ്പി, മച്ച് വെരി ലക്കി, ബട്ട് ഗുഡ് ലൈഫ് ഐ തിങ്ക്. ബട്ട് ദിസ് ബോയ് ചേഞ്ച്ഡ് മൈ മദർ ഫുള്ളി. അല്ല അവനാണ് ഇപ്പൊ അവനെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും. അവനാണ് അമ്മേനെ ഇപ്പൊ മറ്റേ കാറ്റ് ലേഡി പോലെ ഡോഗ് ലേഡി ആക്കിയത്. സേഫാണ് ആള്. അല്ല ഇവനുണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കണം. ഇപ്പൊ പുറത്ത് തന്നെ പോകുമ്പോ ഒറ്റയ്ക്ക് ഞാനൊന്ന് ലീഷ് ഇടാറില്ല. നിങ്ങളെ 3 പേരെ ഇടും. നിങ്ങളെ പോയാൽ കിട്ടും. അയ്യോ വണ്ടി മാറ്റണം. വണ്ടി ഓക്കെ ബൈ. പിന്നെ പറയാം ബാക്കി. ഞാൻ എക്സസൈസ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. ഓക്കെ സേ ബൈ. Bye everybody. Pray for me. I want to be healthy and happy and have a long life till Ranjani lives. Para. Angadu. Ba. ഗേറ്റ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. ഇവിടെ